ഈ ഒരായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ. ഒന്നാമത്തത്, നിശ്ചയം അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോട് കൽപ്പിക്കും, അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ. നിങ്ങളെ വിശ്വസിച്ച് ഏൽപ്പിച്ച വസ്തുവകകൾ അവയുടെ അവകാശികൾക്ക് അല്ലെങ്കിൽ അവരുടെ അവകാശികളെ നിങ്ങൾ തിരിച്ച് ഏൽപ്പിക്കണം. അതിൽ വഞ്ചന കാണിക്കാൻ പാടില്ല. അമാനത്താണ് ഒന്നാമത്തെ വിഷയം. വിശ്വസിച്ച് ഏൽപ്പിക്കപ്പെടുന്നതിന് അതിൽ യാതൊരു വിധമായ കുറവോ വഞ്ചനയോ വരുത്താൻ പാടില്ല. വിശ്വാസ വഞ്ചന പാടില്ല. ഇന്ന് സമകാലിക ഈ സമൂഹത്തിൽ വിശ്വസ്തത എന്ന് പറയപ്പെടുന്നത് വളരെ കുറഞ്ഞു വരികയാണ്. ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഒരാളുടെ രൂപമോ കോലമോ ഭാവമോ ഒരാളുടെ ഇബാദത്തോ ഇതൊന്നും നോക്കി ഒന്നും ഇന്ന് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടമാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഈ സമുദായത്തിൽ നിന്ന് ആദ്യം ഉയർത്തപ്പെടുന്നത് അമാനത്താണ്. ആരെയും വിശ്വസിക്കാൻ പറ്റത്തില്ല, വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റത്തില്ല. ഈ ഉമ്മത്തിൽ നിന്ന്, ഈ സമൂഹത്തിലെ ഓരോ വ്യക്തികളിൽ നിന്ന് അമാനത്തിനെ അല്ലാഹു തആല ഉയർത്തും. ഖിയാമത്ത് നാളാണ്. ഒരാളെയും വിശ്വസിക്കാൻ പറ്റാത്ത, വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ഖിയാമത്ത് നാൾ ഉണ്ടാവുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ടായി. അപ്പൊ ഈ ഹദീസ് വെച്ച് നോക്കുമ്പോൾ ചില ഖിയാമത്ത് നാൾ ഉടനെ വരാൻ സാധ്യതയുണ്ട്. ആരെയാണ് വിശ്വസിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുണ്ട്, ലാ തുഅദ്ദുന്നൽ ഹുഖൂഖ ഇലാ അഹ്ലിഹാ. നിങ്ങൾ ഓരോരുത്തർക്കും നിങ്ങൾക്കുള്ള അമാനത്തുണ്ട്. ആ അമാനത്തിനെ കൃത്യമായി നിങ്ങൾ വീടണം. വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അദ്ദിൽ അമാന ഇലാ മൻ ഇഅ്തമനക വലാ തഖുൻ മൻ ഖാനക. നിങ്ങളെ ആരെങ്കിലും വിശ്വസിക്കുന്നുവെങ്കിൽ ആ വിശ്വസിക്കുന്നതിനെ അത് അമാനത്താണ്, അതിനെ നിങ്ങൾ വീടണം. നിങ്ങളോട് ആരെങ്കിലും വഞ്ചന കാണിക്കുകയാണെങ്കിൽ തിരിച്ച് നിങ്ങൾ അവരോട് വഞ്ചന കാണിക്കരുത്. ഈ ആയത്ത് ഇറങ്ങാനുണ്ടായ കാരണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പല സന്ദർഭങ്ങളിൽ, മക്കയിൽ താമസിക്കുന്ന പല സന്ദർഭങ്ങളിൽ അന്നത്തെ കഅബാലയത്തിന്റെ താക്കോൽ സൂക്ഷിപ്പുകാർ ഒരു കുടുംബത്തിന്റെ പരമ്പരയായിട്ട്, ഇന്നും അങ്ങനെ തന്നെയാണ്, ഒരു കുടുംബക്കാർക്കാണ് അതിന്റെ അധികാരം നൽകപ്പെട്ടിരുന്നത്. ഖുറൈശികളുടെ കാലഘട്ടം മുതലേ അങ്ങനെയാണ്. അങ്ങനെ ഉസ്മാൻ ഇബ്നു തൽഹ എന്ന് പറയപ്പെടുന്ന ആ കുടുംബത്തിലെ പ്രധാനിയുടെ കയ്യിലാണ് ഈ താക്കോൽ, കഅബാലയത്തിന്റെ താക്കോൽ. പല സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇദ്ദേഹത്തിനോട് ചോദിച്ചിട്ടുണ്ട്, നീ ആ താക്കോൽ ഇങ്ങോട്ട് അല്ലെങ്കിൽ തുറന്ന് കാണിക്കുന്നില്ല, കഅബാലയത്തിന്റെ ഉൾഭാഗം ഞാനൊന്ന് കാണട്ടെ, എന്റെ ആഗ്രഹമാണ്. ആ സമയത്തൊക്കെ ഉസ്മാൻ ഇബ്നു തൽഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആട്ടി ഓടിക്കും. പോടാ, നിനക്ക് താക്കോൽ തരാണ്, നിന്റെ കയ്യിലേക്ക് താക്കോൽ തരാണ്, നീ കഅബയുടെ കയറാൻ, നീ അതിനൊന്നും ആളായിട്ടൊന്നുമില്ല, നീ പോ എന്ന് പറഞ്ഞ് ആട്ടി ഓടിക്കുമോ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സിൽ വല്ലാത്ത വേദന. അങ്ങനെ ഒരിക്കൽ കഅബാലയത്തിന്റെ മുറ്റത്ത് വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉസ്മാൻ ഇബ്നു തൽഹയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് പറഞ്ഞു, ഉസ്മാൻ, ഒരു ദിവസം നിന്റെ കയ്യിലിരിക്കുന്ന ഈ താക്കോൽ എന്റെ കയ്യിലേക്ക് വരും, അന്ന് ഞാൻ ഈ കഅബാലയം തുറക്കുമെന്ന്. ഈ സമയത്ത് മുഖത്ത് നോക്കിക്കൊണ്ട് ഉസ്മാൻ ഇബ്നു തൽഹ പറഞ്ഞു, അതിന്റെ വ്യാമോഹമാണ്, ഒരിക്കലും നടക്കാത്ത കാര്യമാണ്, വട്ടുപിടിച്ചെന്ന് തോന്നുന്നു, നടക്കാത്ത കാര്യങ്ങൾ നീ എന്തിനാ ഇങ്ങനെ പുലമ്പിക്കൊണ്ട് നടക്കുന്നത് എന്ന് പറഞ്ഞ് ആക്ഷേപിച്ച് ആട്ടിവിട്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്ക വിട്ടു മദീനയിലേക്ക് പോയി. 8 വർഷം കഴിഞ്ഞപ്പോ മക്കയുടെ വിജയം ആഘോഷിക്കപ്പെടുകയാണ്.
10,000-ഓളം വരുന്ന സ്വഹാബാക്കളുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിലേക്ക് മാർച്ച് ചെയ്തു വന്നു. അന്ന് ഇസ്ലാമിന്റെ ശത്രുക്കളെല്ലാം ഒളിച്ചു നാടുവിടാൻ തുടങ്ങി. കാരണം മുഹമ്മദ് വരുന്നത് പ്രതികാരം ചെയ്യാനാണ്. ഇനി നമുക്കിവിടെ നിന്നിട്ട് കാര്യമില്ല. ഒന്നുകിൽ നമ്മുടെയൊക്കെ ജീവൻ നഷ്ടപ്പെട്ടു പോകും, അല്ലെങ്കിൽ അയാളെ പിടിച്ച് തടവിലിടും, ജയിലിൽ പിടിച്ചുകൊണ്ടുപോയി. ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് നടക്കും. അതുകൊണ്ട് നാട് വിട്ടേക്കാമെന്ന് പറഞ്ഞ് ഒരുവിധപ്പെട്ടവരൊക്കെ ഒളിക്കാൻ തുടങ്ങി, നാട് വിടാൻ തുടങ്ങി. ഏതായിരുന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ മക്കയിലേക്ക് മാർച്ച് ചെയ്ത് കടന്നു വന്നു. ഇന്നും കഅബാലയത്തിന്റെ 73ാമത്തെ ഗേറ്റിന്റെ പേര് ബാബുൽ ഫതഹ് എന്നാണ്. ഉംറയ്ക്ക് പോകുന്നവരൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ബാബുൽ ഫതഹ് എന്നാണ്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്ക വിജയ വേളയിൽ കടന്ന് കയറി കഅബാലയത്തിന്റെ അടുക്കലേക്ക് കയറി വന്ന വാതിലാണ്. ആ വാതിലിന്റെ പേരാണ് ബാബുൽ ഫതഹ്, ഫതഹ് ബാബു എന്ന് എഴുതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഅബാലയത്തിന്റെ അരികിലേക്ക് വന്നു. ചെറുത്തു നിൽക്കാൻ ആരുമുണ്ടായില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അന്വേഷിച്ചു. എവിടെ ഉസ്മാൻ ഇബ്നു തൽഹ? മൂപ്പര് വീട്ടിൽ പതുങ്ങിയിരിക്കുകയാണ്. സംഭവം അറിഞ്ഞ് വീട്ടിനകത്ത് പതുങ്ങിയിരിക്കുകയാണ്. മഹാനായ അലി റളിയല്ലാഹു അൻഹുവിനെ അയച്ചു. അലി റളിയല്ലാഹു അൻഹു നേരെ ചെന്ന് ഉസ്മാൻ ഇബ്നു തൽഹയുടെ വീടിന്റെ വാതിലിൽ മുട്ടി. അദ്ദേഹം ഇറങ്ങി വന്നു. നിങ്ങളോട് താക്കോലുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരാൻ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇവിടെ നേരെ നടന്ന് തിരിച്ച് നേരെ കഅബയുടെ അടുക്കലേക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഉസ്മാൻ ഇബ്നു തൽഹ കടന്നു വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ഹാദിയൽ മിഫ്താഹ്, താക്കോൽ തരാൻ പറഞ്ഞു. കൈ ഇങ്ങനെ നീട്ടിയതേ ഉള്ളൂ. അപ്പോഴേ താക്കോലെടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിലേക്ക് കൊടുത്തു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ കഅബാലയത്തിന്റെ വാതിൽ തുറന്നു. അതിന്റെ ഉള്ളിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വിഗ്രഹം സ്ഥാപിക്കപ്പെട്ടിരുന്നു. ഇബ്രാഹിം നബിയുടെ ബിംബം സ്ഥാപിക്കപ്പെട്ടിരുന്നു. ആദ്യം ആ ബിംബത്തിനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉടയ്ക്കുകയും പുറത്തേക്ക് വലിച്ചെറിയുകയും ചെയ്തു. അന്ന് കഅബാലയത്തിന്റെ ഉള്ളു മുഴുവനും വിഗ്രഹങ്ങളെ കൊണ്ട് നിറയ്ക്കപ്പെട്ടിരുന്നു. മുഴുവൻ വിഗ്രഹ കൂട്ടങ്ങളെയും എടുത്ത് പുറത്തേക്കിട്ടു. സംസം വെള്ളമൊഴിച്ച് കൈക്ക് വൃത്തിയാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഅബാലയത്തിന്. എന്നിട്ട് പഴയതുപോലെ തന്നെ കഅബാലയത്തിന്റെ വാതിലിനെ പൂട്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 7 വട്ടം പരിശുദ്ധമായ കഅബാലയം തവാഫ് ചെയ്തിട്ട് വാതിലിന്റെ അടുക്കലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിട്ട് കൈ ഉയർത്തിക്കൊണ്ട് പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു, ആരാധനയ്ക്ക് അർഹൻ അല്ലാഹു അല്ലാതെ വേറെ ഒരു ഇലാഹില്ല. അല്ലാഹുവേ, നിനക്ക് യാതൊരു പങ്കുകാരുമില്ല. സദഖ വഅദ, നീ എന്നോട് വാഗ്ദാനം ചെയ്തു, ഇതാ സത്യമായി പുറന്നിരിക്കുന്നു. ഏതാ വാഗ്ദാനം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നെഞ്ചു പൊട്ടിയാണ് കഅബാലയത്തിന്റെ ഉൾഭാഗം ഒന്ന് തുറന്ന് കാണണമെന്ന് ആഗ്രഹിച്ചിട്ട് നടക്കാതെ വന്നപ്പോ ആക്ഷേപങ്ങൾ കേട്ട് നെഞ്ചു പൊട്ടിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്ക വിടുമ്പോ അല്ലാഹ് കൊടുത്ത ഒരു വാഗ്ദാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ട്. തിരിച്ച് ഈ കഅബാലയത്തിന്റെ ആധിപത്യം നിങ്ങളുടെ കയ്യിലേക്ക് നമ്മൾ ഏൽപ്പിക്കും. അല്ലാഹുവിന്റെ വാഗ്ദാനം അതാണ്. ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു സദഖ വഅദ സദഖ വഅദ വനസറ അബ്ദ. രണ്ടാമത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വനസറ അബ്ദ, അല്ലാഹുവേ, നീ നിന്റെ അടിമയെ ഇതാ സഹായിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞിട്ട് ഉസ്മാൻ ഇബ്നു തൽഹയെ വിളിച്ചിട്ട് പറഞ്ഞു, താക്കോൽ നിന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. അപ്പൊ ഉസ്മാൻ ഇബ്നു തൽഹ പറഞ്ഞു, ഇനി ഇതിന്റെ അധികാരി ഞാൻ, എനിക്കിതിനകത്ത് യാതൊരു അവകാശവുമില്ല. കഅബാലയം നിങ്ങൾക്ക് കീഴ്പ്പെട്ടിരിക്കുകയാണ്, മക്ക നിങ്ങൾക്ക് കീഴ്പ്പെട്ടിരിക്കുകയാണ്. ഇനി മക്കയുടെ ഭരണാധികാരി, കഅബാലയത്തിന്റെ ഭരണാധികാരി നിങ്ങളാണ്, നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? ഉസ്മാൻ ഇബ്നു തൽഹ പറഞ്ഞു. അപ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഓർഡർ വരുന്നത്. ജിബ്രീലിന്റെ ഓർഡർ വരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹ യഅ്മുറുകും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ, അമാനത്ത് വിശ്വസിച്ച് ഏൽപ്പിച്ചതിനെ തിരിച്ചേൽപ്പിക്കണം, തിരിച്ചു കൊടുക്കണം. ഉസ്മാൻ ഇബ്നു തൽഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ
തിരിച്ചു കിട്ടണമെന്ന് അയാളുടെ മനസ്സ് കൊതിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൈപിടിച്ചിട്ട് നിങ്ങൾ തന്നെയാണ് ഇതിൻ്റെ അവകാശം എന്ന് പറഞ്ഞ് തിരിച്ചേൽപ്പിക്കുക. ഇനി എൻ്റെ കയ്യിലേക്ക് വേണ്ട, നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. ഉസ്മാൻ ഇബ്നു തൽഹ അവിടെ വെച്ച് ഇസ്ലാമതം സ്വീകരിക്കുകയാണ്. പരിശുദ്ധമായ കഅബാലയത്തിന്റെ തിരുമുറ്റത്ത് വെച്ച് ഇസ്ലാമതം സ്വീകരിക്കുകയാണ്. ഇതാണ് ഒന്നാമത്തെ വിഷയം. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ വിവിധങ്ങളായ അമാനത്തുകളെ ഏറ്റെടുക്കുന്നവരാണ്, അമാനത്തുകളെ ഏറ്റെടുത്തിട്ടുള്ളവരാണ്. അത് നാളെ റബ്ബിന്റെ മുന്നിൽ ചോദ്യം ചെയ്യപ്പെടുമെന്നുള്ള വിശ്വാസത്തിൽ, ആര് ചോദിച്ചില്ലെങ്കിലും റബ്ബ് ചോദിക്കുമെന്നുള്ള വിശ്വാസത്തിൽ നമ്മളെ വിശ്വസിച്ച് ഏൽപ്പിക്കപ്പെടുന്നതിൽ യാതൊരു വഞ്ചനയും നമ്മൾ കാണിക്കാൻ പാടില്ല. തീർച്ചയായും രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ തീർപ്പ് കൽപ്പിക്കാൻ, ജനങ്ങളുടെ ഇടയിലോ കുടുംബത്തിലോ അയൽപക്കത്തിലോ നാട്ടിലോ ഏതെങ്കിലും ഒരു വിഷയം ഇരിക്കട്ടെ, ആ വിഷയത്തിൽ തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടി ആരെങ്കിലും നമ്മളെ മധ്യസ്ഥനാക്കുകയാണ് എങ്കിൽ, തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടി നമ്മളെ ചുമതലപ്പെടുത്തുകയാണ് എങ്കിൽ നാം പക്ഷം പിടിക്കാൻ പാടില്ല. ചിലപ്പോൾ എതിർപക്ഷത്ത് നിൽക്കുന്നത് നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുവായിരിക്കും, എതിർപക്ഷത്ത് നിൽക്കുന്നത് നമ്മുടെ മക്കളായിരിക്കും, എതിർപക്ഷത്ത് നിൽക്കുന്നത് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരായിരിക്കും, എതിർപക്ഷത്ത് നിൽക്കുന്നയാളുമായി സാമ്പത്തിക ഇടപാട് നമുക്കുണ്ടായിരിക്കും, എതിർപക്ഷത്ത് നിൽക്കുന്നയാൾ നമ്മളെ വല്ലാതെ സഹായിച്ച ആളായിരിക്കും, എതിർപക്ഷത്ത് നിൽക്കുന്നയാളുടെ സഹായം പിൽക്കാലത്ത് നമുക്ക് വേണ്ടി വരും. ഇങ്ങനെയൊക്കെയുള്ള മനോഗതികൾ നമ്മളെ സ്വാധീനിക്കാൻ പാടില്ല. അവിടെ വെച്ചിട്ട് നിങ്ങൾ നീതിപൂർവം നിങ്ങൾ വിധിക്കണം. നിങ്ങളുടെ നീതിയാണ് അവിടെ കാണിക്കേണ്ടത്. നിങ്ങൾ നീതിയോടുകൂടി വിധിക്കണം. നീതിപീഠത്തിൽ ഇരിക്കുമ്പോൾ നീതിയോടുകൂടി വിധിക്കണം. വിധികർത്താവായി നിങ്ങളെ ആരെങ്കിലും ചുമതലപ്പെടുത്തിയാൽ നീതിയോടുകൂടി നിങ്ങൾ വിധിക്കണം. നീതി നിഷേധിക്കാൻ പാടില്ല. എന്നിട്ട് അല്ലാഹു പറയുന്നു, ഇന്നല്ലാഹ നിഅമ്മാ യഅ്ലുകും. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര നല്ല ഉപദേശമാണ് നിങ്ങൾക്ക് നൽകുന്നത്, എത്ര നല്ല ഉപദേശമാണ് നിങ്ങൾക്ക് നൽകുന്നത്. ഈ മുസ്ലിമിനെ ആർക്കാ ഇഷ്ടമല്ല? ഇങ്ങനത്തെ മുസ്ലിമിനെ ആർക്കാ ഇഷ്ടമല്ല? ഒന്ന് ആലോചിച്ച് നോക്കൂ. അമാനത്തുകൾ വീടുന്ന, നീതിപൂർവം വിധിക്കുന്ന ഇങ്ങനത്തെ ഒരു മുസ്ലിമിനെ, ഒരു മുഅ്മിനിനെ ആർക്കാ ഇഷ്ടമല്ലാത്ത? അള്ളാഹു ആ മഹിതമായ ഗുണം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നിട്ട് അള്ളാഹു പറയുന്നു, ഇന്നല്ലാഹ നിഅമ്മാ യഅ്ലുകും ബിഹി. അള്ളാഹു നൽകുന്ന ഈ ഉപദേശം എത്ര നല്ല ഉപദേശമാണ്. ഇന്നല്ലാഹ കാന സമീഅൻ ബസീറാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ പറയുന്നത് സകലതും കേൾക്കുന്നവനാണ്, നിങ്ങൾ പ്രവർത്തിക്കുന്ന സകലതും അല്ലാഹു കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അമാനത്തിന്റെ വിധിയുടെ വിഷയങ്ങളിൽ നിങ്ങൾ നീതി കാണിക്കണം. അല്ലാഹു നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, അല്ലാഹു നിങ്ങളെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു കാര്യങ്ങൾ മനസ്സിലാക്കി അമൽ ചെയ്യാൻ എനിക്കും നിങ്ങൾക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാണ്.